വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആർട്സ് കൊണ്ട് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ താരം ഐസ്ക്രീം സ്റ്റിക്സ് ആണ് കേട്ടോ. ക്രിസ്മസിന് പുൽക്കൂടിൻ്റെ കൂടെ സെറ്റ് ചെയ്യാനും പിന്നെ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞാൽ വാൾ ഡെക്കറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലെ നൈറ്റാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റാർ ഷേപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാറിൻ്റെ എല്ലാ ഭാഗവും ഒരുപോലെ കിട്ടണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ കിട്ടിയ മാർക്ക് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിക്സ് ഒട്ടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ആദ്യം തന്നെ പേപ്പറിൻ്റെ 4 ഭാഗത്തും സ്റ്റിക്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, ഒട്ടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് ക്രോസ് ആയിട്ട് വരുന്ന ഭാഗത്ത് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 സ്റ്റിക്കിന്റെയും അറ്റം ഭാഗത്ത് ചെറുതായിട്ട് ഗം അപ്ലൈ ചെയ്ത് കൊടുത്ത് അടുത്ത സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചെടുക്കുന്നത്. ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് സ്റ്റിക്കായിട്ട് കിട്ടും. അപ്പൊ ഈ ഭാഗത്ത് ഒട്ടിച്ചെടുക്കുമ്പോൾ താഴെ പേപ്പറിൽ ഗമ്മാവാതെ സൂക്ഷിക്കാം കേട്ടോ. കാരണം പേപ്പറും സ്റ്റിക്കും തമ്മിൽ ഒട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഈ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗം ഒട്ടിച്ചെടുക്കാം. ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഇത് ഇതുവരെ ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിയിലുള്ള പേപ്പർ മാറ്റാം. ഇനി നമുക്ക് ഈ പേപ്പറിന്റെ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് നമ്മൾ ഈ ഒട്ടിച്ചെടുത്ത 2 സ്റ്റിക്കിന്റെ എൻഡ് ഭാഗത്തും ഓരോ സ്റ്റിക്ക് വീതം ഒട്ടിച്ച് അത് തമ്മിലൊന്ന് യോജിപ്പിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഒരെണ്ണം ഒട്ടിച്ചതിന് ശേഷം അതിന്റെ നെക്സ്റ്റ് ആ ഒരു സ്പേസ് വിട്ടിട്ട് അടുത്ത സ്റ്റിക്കിലാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് സെയിം രീതിയിൽ ഇപ്പോൾ ഒട്ടിച്ചതിൻ്റെ മുകളിലായിട്ടാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരു സെറ്റ് മുകളിലും ഒരു സെറ്റ് താഴെയായിട്ട് നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഈ ഒരു റൗണ്ട് കൂടി നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് നന്നായി ഒന്ന് ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. ഫെവിക്കോൾ വെച്ച് ഒട്ടിക്കുമ്പോൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ട് ഒട്ടിക്കിട്ടുന്നുള്ളൊരു ചെറിയൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഒട്ടും ഡൗട്ട് വേണ്ട കേട്ടോ, നല്ല സ്ട്രോങ് ആയി ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. മാക്സിമം എല്ലാ ഭാഗവും കറക്റ്റ് അളവിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ കളർ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുൽക്കൂടിന്റെ കൂടെ സെറ്റ് ചെയ്യാനാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്കിലും ശേഷം നമുക്ക് വാൾ ഡെക്കർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാക്സിമം നിങ്ങളുടെ വാളിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ ചൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിവിടെ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളറിംഗ് ആണ് ഈ ഒരു വർക്കിൽ കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നിയത് കേട്ടോ. അപ്പൊ ഈ ഒരു സെയിം രീതിയിൽ ഞാൻ ഒരെണ്ണം കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ വാൾ ഡെക്കർ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ സെപ്പറേറ്റ് വെക്കുന്നതിനേക്കാളും ഒന്നിന്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഭംഗിയുണ്ടാവാന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുൽക്കൂടിന്റെ കൂടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. പുൽക്കൂടിന്റെ കൂടെ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പൊ LED ലൈറ്റ് കൂടി വന്നപ്പോഴേക്കും നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. ഈ ഒരു പുൽക്കൂട് ഞാൻ ഒരു 3 വർഷം മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. 3 വർഷമായിട്ട് ഞാൻ ഈ ഒരു സെയിം പുൽക്കൂട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പുൽക്കൂടിന്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കാം. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ പുൽക്കൂടിന്റെ കൂടെ ഇത് സെറ്റ് ചെയ്ത് കണ്ടു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വാൾ ഡെക്കർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കിയാലോ. കുറച്ചുകൂടി ഭംഗി കൂട്ടാൻ ഇതിന്റെ സെൻട്രൽ ഭാഗത്ത് ഗ്ലിറ്റർ പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പോൾ വാൾ ഡെക്കർ ആയിട്ടും നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒരു സ്മൈൽ എങ്കിലും കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.